ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടതിൽ വളരെ ധാർമ്മിക വിഷമമുണ്ട്. കമൻറ്റ് സെക്ഷനിൽ ഒരു സഹോദരി ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അതിനുള്ള റിപ്ലൈ ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കാര്യമറിയാതെ ചിലയ്ക്കുന്ന അതേപോലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. എൻ്റെ അടുത്ത് വന്ന് എന്നെ വിശ്വസിച്ച് എന്നോട് പ്ലാൻസ് ഓർഡർ ചെയ്ത് അതല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് പ്ലാൻസ് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടെ പ്ലാൻസ് അയച്ചോ, എന്നാണ് അയക്കുന്നത്, എൻ്റെ പ്ലാൻസ് എല്ലാം അയക്കാൻ റെഡിയായോ എന്നിങ്ങനെയുള്ള എൻക്വയറീസ് പരമാവധി ഒഴിവാക്കുക. ചിലപ്പോഴൊക്കെ എനിക്കത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, എനിക്കത് നല്ല രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള കാരണം ഞാൻ പറയാം. ആ സഹോദരി പറഞ്ഞ അനുസരിച്ച് ഓൺലൈൻ ബിസിനസ്സാണ്, അയച്ചോ എന്നുള്ള എൻക്വയറീസൊക്കെ ധാരാളമായിട്ടുണ്ടാകും, അതെല്ലാം അതിൽ പതിവാണ് എന്നുള്ളതാണ്. അത് വളരെ ശരിയായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഓർഡർ കൺഫേമായി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കീശയിലിട്ട് ആഴ്ചകളും മാസങ്ങളും 6 മാസങ്ങളും കഴിഞ്ഞിട്ടും പ്ലാൻസ് അയക്കാത്ത ഓൺലൈൻ ബിസിനസ്സുകൾ ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ബിസിനസ് ചെയ്യുന്നവരോട് ഒരുപാട് എൻക്വയറീസ് നടത്തിയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് എല്ലാം എനിക്കുണ്ട്. എന്നോട് ഒരുപാട് പേർ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുമുണ്ട്, പങ്കുവെക്കാറുമുണ്ട്. അങ്ങനെയുള്ള ബിസിനസ്സിൽ അത് വളരെ സാധാരണമാണ്. മറ്റുള്ളവരുടെ ബിസിനസ്സിനെക്കുറിച്ചോ മറ്റുള്ളവരുടെ രീതികളെക്കുറിച്ചോ അവരുടെ അയക്കുന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ലാത്ത ഒരു ചാനലാണ് നമ്മുടേത്. പക്ഷേ എൻ്റെ പുതിയ കസ്റ്റമേഴ്സിനോട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് സംസാരിക്കുന്നത്. അതുപോലെ നിറയെ എൻക്വയറീസ് വരുമ്പോൾ അതിന് അനുസരിച്ച് പെട്ടെന്ന് തന്നെ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് പോയിട്ട് അതിനൊരു റിപ്ലൈ പോലും കിട്ടാത്ത ഒരുപാട് എൻക്വയറീസ് പല സെല്ലേഴ്സിൻ്റെ അടുത്തും ചെല്ലുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ ചാനൽ ആർട്ട് ആൻഡ് എഫേർട്സ് എന്ന പേരിൽ 3 വർഷമായിട്ട് ഇപ്പോൾ റോസ്കോ ഗാർഡനിയ എന്ന പേര് മാറ്റി പുതിയ നഴ്സറി എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ഗാർഡനിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് നമ്മളോട് പ്ലാൻസ് വാങ്ങിക്കുന്നവർക്ക് അറിയാവുന്ന സംഗതിയാണ്. അത് പുറമേ നിന്ന് സംസാരിക്കുന്നവർക്ക് മനസ്സിലാകില്ല. ഇതുപോലെ കമൻറ്റുകൾ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ നമ്മളോട് പ്ലാൻസ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരുപാട് വിഷമങ്ങളുണ്ടാക്കാം. അവരുടെ എൻക്വയറീസ് എന്തുകൊണ്ടാണ് എനിക്ക് ഇറിറ്റേഷൻ ആകുന്നതെന്ന് ചിന്തിച്ചിട്ട് അവർക്ക് വല്ലാത്ത ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ തോന്നിയേക്കാം. എന്തിനാണ് ഞാൻ ഇവരോട് പ്ലാൻസ് ഓർഡർ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എന്തിനവരോട് പ്ലാൻസ് ഓർഡർ ചെയ്യണം, നമ്മുടെ മെസ്സേജസ് അവർക്ക് ഇറിറ്റേഷൻ ആണല്ലോ. അങ്ങനെയല്ല, നമ്മളുടെ അടുത്ത് ഒരു കസ്റ്റമർ വന്ന് ഒരു ഹായ് എന്ന മെസ്സേജ് ഇട്ടാൽ തന്നെ നമ്മുടെ എല്ലാ രീതികളും ആ ഒരു വെൽക്കം ഗ്രീറ്റിങ്ങിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അത് ശ്രദ്ധിക്കാത്ത ഒരുപാട് പേഴ്സൺസ് ഉണ്ടാകാം. അവർക്ക് വേണ്ടിയിട്ട് നമ്മളോട് ഓർഡർ എപ്പോഴാണോ കൺഫേം ആവുന്നത് അപ്പോൾ തന്നെ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ പ്ലാൻസ് അയക്കുമെന്ന് അവരോട് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്ന മെസ്സേജസുകൾക്ക് മേലോട്ട് ഞാൻ നോക്കും, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അവർക്ക് വീണ്ടുമെന്നല്ല, ഞാൻ അവരോട് വ്യക്തമായി പറയും, ഇത്ര ദിവസത്തിനുള്ളിലാണ് നമ്മൾ പ്ലാൻ അയക്കുന്നത്, ഇപ്പോൾ ഞാൻ ഈ പ്ലാൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് എഴുതിയിട്ടില്ല, ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ അയക്കും എന്ന് ഞാൻ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കും. എന്നാൽ ഞാനിതെല്ലാം പറഞ്ഞതിന് ശേഷവും വരുന്ന എൻക്വയറീസിന് ഞാൻ ഇറിറ്റേഷൻ എന്ന് തന്നെ പറയുന്ന ചില സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടാകാറുണ്ട്. കാരണം ഒരു പ്ലാൻസ് ഓർഡർ ചെയ്ത ശേഷം, ഒരു ഓർഡറിന് ശേഷം പിറ്റേ ദിവസം തൊട്ട് എൻ്റെ പ്ലാൻസ് അയച്ചോ, എൻ്റെ പ്ലാൻസ് എന്നാണ് അയക്കുന്നത്, എൻ്റെ പ്ലാൻസിൽ ഇന്നതൊക്കെയുണ്ട്, എൻ്റെ അഡ്രസ്സ് ഇതാണ്, ഞാൻ എൻ്റെ അഡ്രസ്സിൽ ഇത് എഴുതിയിട്ടുണ്ട്, അതൊന്ന് ഓർമ്മിക്കണേ എന്ന് പറഞ്ഞിട്ട് നിരന്തരം, അത് പ്രത്യേകിച്ചും നമ്മൾ കോംബോ ഒക്കെ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് നമുക്കങ്ങനെ വരാറുള്ളത്. പിന്നെ ചെറിയ ചെടികളൊക്കെ ഓർഡർ ചെയ്തിട്ട് വളരെ ആശങ്കാകുലരായിട്ട് കാത്തിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരു പരിധിവരെ, ഞാനിതിന് മുന്നേയും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പരിധിവരെയൊക്കെ നമുക്ക് അവരുടെ ആ ഒരു ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ആ പരിധിക്കപ്പുറം കഴിയുമ്പോൾ ഞാനതിന് ഇറിറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, അവർക്ക് പ്ലാൻസ് അയക്കുന്നത് ആ ഒരു മെസ്സേജിങ്ങിലോട് കൂടി വൈകിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. അതെങ്ങനെയാണെന്ന് ചില സംശയങ്ങളുണ്ടാകാം, ഞാൻ പറഞ്ഞുതരാം. ഒരാൾ പ്ലാൻസ് എല്ലാം കൺഫേമാക്കി, ഓർഡർ കൺഫേമാക്കി, പൈസ ഇട്ടു, ഞാൻ അവർക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തു, ഇത്ര ദിവസത്തിനുള്ളിൽ അയക്കും, 2 വീക്സാണ് നമ്മുടെ ഇപ്പോഴത്തെ സമയം, അതിനുള്ളിൽ അയക്കും, അതിന് അയക്കുന്ന ദിവസം നമ്മൾ മെസ്സേജ് ഇടും എന്ന് പറഞ്ഞതിന് ശേഷം ആ ചാറ്റ് അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ അഡ്രസ്സ് എഴുതി വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പലതവണ, ഈ ഫോണിനകത്തുള്ള സകല കാര്യങ്ങളും എല്ലാ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുന്നതും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതും അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഈ വീഡിയോ എടുക്കുന്നത് പോലും ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഡ്രസ്സ് എഴുതുന്നത്.
ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അടിയിൽ നിന്നാണ് നമ്മൾ എഴുതി വരാറുള്ളത്. അപ്പോൾ എഴുതി വരുന്നതും എഴുതി വെക്കുമ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഇന്നയാളുടെ അഡ്രസ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അതിനുശേഷം നമുക്ക് അതിനനുസരിച്ച് പ്ലാൻസ് എടുത്ത് വെക്കും. അപ്പോൾ അതേ പറയുന്ന 2 ആഴ്ച സമയം നമ്മൾ എടുക്കത്തില്ല, ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്കത് അയച്ച് തീർക്കാനും പറ്റും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം. നിങ്ങളുടെ ചാറ്റ് മുകളിലേക്ക് പോകുന്തോറും നിങ്ങളുടെ ടേൺ വൈകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസ് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആകുമ്പോഴായിരിക്കും നിങ്ങളുടെ ടേൺ വരുന്നത്. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും, എന്താണ് എൻ്റെ പ്ലാൻസ് അയക്കാത്തത്, എനിക്ക് ഇത്ര നാളായല്ലോ ഓർഡർ ചെയ്തിട്ട് എന്ന്. ഒടുവിൽ നിങ്ങളുടെ ടേൺ വരുമ്പോഴേക്കും ചില പ്ലാൻസ് സ്റ്റോക്ക് ഔട്ടായ വിവരം എനിക്ക് പറയേണ്ടി വരും. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെയുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ പേർക്കും നമ്മൾ മെസ്സേജ് ഇടും, നമ്മൾ അയക്കും, പ്ലാൻസ് അയച്ചിട്ട് മെസ്സേജ് ഇടും എന്നുള്ള വിവരം എല്ലാ പേർക്കും കൊടുക്കാറുണ്ട്. അത് ഒരുപാട് തവണ വാങ്ങിയിട്ടുള്ളവർ പോലും ചിലപ്പോഴൊക്കെ എന്നോട് വന്നിട്ട് അയച്ചിട്ട് മെസ്സേജ് ഇടണേ എന്നൊരു വാക്ക് പറയാറുണ്ട്. അപ്പോൾ ആ ഒരൊറ്റ സെൻറ്റൻസ് കൊണ്ട് ഇത് ഇവരുടെ പേര് ഏറ്റവും മുകളിലേക്ക് പോവുകയും അവർക്ക് അയക്കുന്നത് വൈകുകയും ചെയ്യുന്നത് എനിക്ക് വിഷമമുള്ളൊരു സംഗതിയാണ്. നമുക്കിപ്പോൾ ടെക്നിക്കലി മറ്റൊരു വഴിയൊന്നും ഇപ്പം നിലവിലില്ല. ഇപ്പം നമുക്ക് വെബ്സൈറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലോട്ട് പോകുമ്പോഴത്തേക്കും അതിനൊക്കെ ഒരുപാട് സമയം എടുത്തേക്കാം, ഒരുപാട് ഫിനാൻഷ്യൽ നമുക്ക് ഏണിങ്സ് എല്ലാം ഉണ്ടാകുമ്പോഴായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ വളരെയധികം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ ഭംഗിയായിട്ട് ഞാൻ ചെയ്തു വരുന്നുണ്ട്, വളരെ വൃത്തിയായി. പക്ഷേ എത്രയും വേഗം അഡ്രസ്സ് എഴുതുക എന്നുള്ളൊരു സംഗതി ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പേരെന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് അവരുടെ ടേൺ വൈകി പോകരുത് എന്നുള്ളത് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഓർമ്മ കിടക്കും. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ എല്ലാ പേരുടെ അഡ്രസ്സ് എഴുതാറുണ്ട്. അപ്പോൾ അഡ്രസ്സ് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നിരുന്നാലും അഡ്രസ്സ് എഴുതിയാലും ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള മെസ്സേജസ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. പ്ലാൻസ് നല്ലതയക്കണേ, ഹെൽത്തി ആയിരിക്കണേ. അത് ഓരോരുത്തരുടെയും കൺസേൺ ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ 1 അല്ല 2 അല്ല 3 അല്ല 10ഉം 15ഉം മെസ്സേജുകൾ ഇതുപോലെ വരുമ്പോൾ എനിക്കത് ഇറിറ്റേഷൻ തന്നെയാണ്. ഞാനത് ഇനിയും പറയുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല. എന്നാൽ എന്നോട് പ്ലാൻസ് ഓർഡർ ചെയ്ത് പ്ലാൻസ് കയ്യിൽ പറ്റി അത് വളർത്തിയെടുത്ത് വീണ്ടും പ്ലാൻസ് കയ്യിലെത്തിക്കഴിഞ്ഞാൽ ചിലരൊക്കെ എനിക്ക് പിറ്റേ ദിവസം തന്നെ അടുത്ത ഓർഡർ തരാറുണ്ട്. അതാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് കസ്റ്റമേഴ്സിനോടുള്ളത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന ആ മെസ്സേജിന് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിൻ്റെ താഴെ തന്നെ വേറെ മെസ്സേജസ് വന്നിട്ടുണ്ട്, നമുക്ക് വളരെ നല്ല സർവീസാണ് എന്നൊക്കെയുള്ള മെസ്സേജസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പുതിയവരുണ്ട്. ഇതേപോലുള്ള നെഗറ്റീവ് മെസ്സേജസ് ഒരുപാട് വഴിതെറ്റിക്കുന്ന കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ട്, അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഒരൊറ്റ മെസ്സേജ് മതിയല്ലോ നമ്മുടെ സർവീസിനെ മൊത്തം അതൊരു ബ്ലാക്ക് മാർക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിനോട് മാത്രമാണ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. അല്ലാതെ ഇതേപോലെ കാര്യം അറിയാതെ ദൂരെ നിന്ന് ചിലയ്ക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ആർട്ട് ആൻഡ് എഫേർട്സിൻ്റെ വീഡിയോ കണ്ട് ഹാദിയെ മനസ്സിലാക്കി ഇപ്പോൾ റോസ്കോ ഗാർഡനിൽ എത്തി നിൽക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവർക്ക് എല്ലാ പേർക്കും ഈ ഒരു മെസ്സേജിൻ്റെയോ അല്ലെങ്കിൽ ഈ വന്ന കമൻറ്റുകളുടെയോ ഒന്നും ആവശ്യമില്ല. എത്രയോ പേർ എന്നോട് വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ വിശേഷങ്ങൾ, അസുഖ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, ചെടികളുടെ വിഷയങ്ങൾ, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന, എല്ലാ മെസ്സേജുകളും അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരു കമൻറ്റ് മോശമായിട്ട് വരുമ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിനോടുള്ള കൺസേൺ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇതുപോലെ ഇട്ടത്. എന്നെ വളരെ പേഴ്സണലായിട്ട് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, ഞാൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, ഓരോരോ വീട്ടിലെ വിശേഷങ്ങളെല്ലാം എന്നോട് പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. ഒരു മെസ്സേജ് പോലും നോക്കാതെ പോയിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും എനിക്ക് മെസ്സേജ് ഇടണം, അനാവശ്യമായിട്ട് മെസ്സേജ് ഇടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാ മെസ്സേജസും നോക്കണം, എല്ലാ സംശയങ്ങൾക്കും കാര്യമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി കൊടുക്കണം. അതിന് വേണ്ടുന്ന സമയം അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ച് കളയാൻ എനിക്കില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഈ ഫോണോ അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളോ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് എനിക്ക് ഇന്നും അന്നും എന്നും ഇഷ്ടമില്ലാത്തൊരു സംഗതിയായിരിക്കും. എന്നെ വിശ്വസിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് എന്നെ കാണാതെ ഞാൻ അയക്കുന്ന പ്ലാൻസ് ഏതാണെന്നറിയാതെ പൈസ അയക്കുന്ന ഓരോരുത്തരോടും ഞാൻ എന്നും
അതേ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇതേ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് പാഷനേറ്റായിട്ട് തന്നെ എൻ്റെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ നഴ്സറിയിൽ ഞാൻ ഇപ്പോഴും ഡയറക്റ്റായിട്ട് ഈ സെയിൽ നമ്മൾ ഇതുവരെയും തുടങ്ങി വയ്ക്കാത്തത്. അത് എൻ്റെ ഓൺലൈനിൽ എന്നോട് വിശ്വസിച്ച് നിൽക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സിനോട് എനിക്ക് നീതി പുലർത്താൻ കഴിയുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാനത് തുടങ്ങാത്തത്. ഓൺലൈൻ വളരെ സ്മൂത്തായി എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എനിക്ക് സ്റ്റാഫും മറ്റു കാര്യങ്ങളുമൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റും ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും ഓൺലൈൻ കസ്റ്റമേഴ്സാണ് ഞാൻ ഇന്നിവിടെ വന്ന് സംസാരിക്കാൻ ഇടയാക്കിയത്. അതെന്നും അങ്ങനെയായിരിക്കും. അർത്ഥമുള്ള, പ്രയോജനമുള്ള, സന്തോഷം തരുന്ന നിമിഷങ്ങൾ മാത്രം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പേർക്കും ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹാദിയ.